നമസ്കാരം. ഇത് എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരത്തി എന്നെ കൊണ്ടെടുപ്പിച്ച സംഭവം. കളിപ്പിച്ച് പണ്ടൊക്കെ ഇവിടെ സെക്സ് സർവ്വസാധാരണമായിരുന്നു. ഇപ്പോൾ എൻ്റെ അയൽവക്കത്തൊക്കെയുള്ള ചേച്ചിമാരൊക്കെ തന്നെയാണ് എന്നെ പണി പഠിപ്പിച്ചത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം. നമ്മളിപ്പോൾ ഒരു സ്ത്രീനോട് അപമര്യാദയായിട്ട് പെരുമാറാൻ പോകില്ല. എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് കിട്ടിയാത്ത വണ്ടി കളിക്കാൻ പോകില്ല. കാരണം നമുക്ക് അതിൻ്റെ കൊതി മാറിയിട്ടുണ്ട്. ഇവിടെ സെക്സ് ഇത്ര സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വലിയ സദാചാരമൊക്കെ പറയണ്ടല്ലോ, ഒരു പെണ്ണിന് രാത്രി ഇപ്പോഴും ഒറ്റക്കിറങ്ങി നടക്കാൻ പറ്റില്ല, അവളുടെ കഥ കഴിയും. അതേസമയം എൻ്റെയൊക്കെ മുമ്പിലാണ് പെടണമെങ്കിൽ, അബദ്ധവശാൽ പെട്ടുപോവാണെങ്കിൽ സേഫായിട്ട് അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നു. അപ്പം സദാചാരം വേറെ, പ്രവൃത്തി വേറെ. പിന്നെ മറ്റുള്ളവരുടെ അവിഹിതം പിടിക്കുക ഏറ്റവും ത്രില്ല. അന്ന് ഞാൻ ചോറ് കിട്ടിയില്ലെങ്കിൽ സാരില്ല, അവിഹിതം കേട്ടുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ പിടിക്കണത്, ഇപ്പോൾ രാഹുലിനെയൊക്കെ പിടിച്ച് എന്തൊരു ആഘോഷമാണ് സോഷ്യൽ മീഡിയയിൽ. ഇവിടെ സെക്സ് സർവ്വസാധാരണ ആവണം. ഇപ്പം എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അന്ന് ധൈര്യം കാണിച്ച്. ഇന്നത്തെ കാലത്ത് അത് നടക്കില്ല. പോക്സോ കേസും അത് ഇതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ പെണ്ണിൻ്റെ ഫോട്ടോ ലൈവ് കാണിച്ചുകൊണ്ട് നിൽക്കും. എന്താ ആ പെണ്ണിനെ പറയുക, കാമഭ്രാന്തി എന്നൊക്കെ പറഞ്ഞു കളയും. അന്ന് അതൊന്നുമില്ല. അന്ന് മിക്ക സ്ഥലത്തും ഇതൊക്കെ നടക്കുന്നുണ്ടാവും. 17 വയസ്സുള്ള ചെറുക്കന്മാരെ കൊണ്ടൊക്കെ പരിപാടി എടുപ്പിക്കണ ചേച്ചിമാരൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള കാലഘട്ടമാണ് അത്. മിക്ക ചെക്കന്മാർക്കും ഇന്നത് നടക്കില്ല. ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. ഇപ്പം ശരിക്കും പെൺകുട്ടികളെ വളർത്തണത് പുരുഷനെ ശത്രുവായിട്ട് കാണാനാണ്. ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത്. സ്ത്രീ പുരുഷ സൗഹൃദമില്ല ഇപ്പം. അതായത് ശത്രുവായിട്ട് കാണാനാണ് പഠിപ്പിക്കുക. ആണുങ്ങൾ നോക്കിയാൽ പ്രശ്നം, മേൽ തൊട്ട തെറ്റായ ഉദ്ദേശം, അങ്ങനെയൊക്കെ ധരിച്ച് വെച്ചേക്കാണ് പെൺകുട്ടികൾ. പണ്ട് അങ്ങനെയൊന്നുമില്ല. പെണ്ണും ആണും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇടയ്ക്ക് സെക്സൊക്കെ ഉണ്ടാവും. ആ പ്രായം കഴിഞ്ഞ ഒരു പ്രായത്തിൻ്റെ ക്യൂരിയോസിറ്റി അതൊക്കെ ഉണ്ട്. അവരൊക്കെ ജീവിച്ച് മൺമറഞ്ഞ് പോയി. ഇവിടെ ഒരു ബോംബും പൊട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഇവിടെ കർശനമായത്. കർശനമാകുമ്പോൾ എന്താ, എന്ത് സാധനവും നിരോധിച്ചാലാണ് പ്രശ്നം. ഇപ്പോൾ കോവിഡ് കാലത്ത് കള്ളൊന്നും കിട്ടണ്ടായില്ല. എത്ര ആൾക്കാർ വാറ്റി കുടിച്ച് ചത്തു. എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ ഇതിന് വലിയൊരു അക്രമാസക്തമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാവില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇപ്പം ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വിദേശത്തെ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു പെണ്ണ് അവളുടെ കൂട്ടുകാരനോട്, സ്റ്റാഫ് പറയാം, എടി ഇവിടുത്തെ ഡ്രൈവർ സാം എന്നോട് സെക്സ് ചെയ്യാൻ ചോദിച്ചു, ഞാൻ നോ പറഞ്ഞു. അപ്പോൾ എന്ത്, അവൻ കറുത്തവനായതുകൊണ്ടാണോ നോ പറഞ്ഞത്? അല്ല, നീഗ്രസിലെ സാധനം ഭയങ്കര വലിപ്പം ഉണ്ടാവും, അത് എനിക്ക് താങ്ങൂല. നോ പറഞ്ഞ് അവിടെ നോ പറഞ്ഞാൽ നോയാണ്. ഇവിടുത്തെ പോലത്തെ നോയല്ല. ഇവിടെ നോ പറഞ്ഞാൽ പെട്രോൾ ഒഴിക്കും, വയലൻ്റ് ആവും. അവിടെ അങ്ങനെയല്ല, മാന്യമായിട്ട് ചോദിക്കും. സെക്സ് ചോദിക്കുമ്പോൾ കേസാണെങ്കിൽ കേസ്, നോയാണെങ്കിൽ നോ, പിന്നെ ആ വഴിക്കാവും വരില്ല. അതാണ് മര്യാദ. ഇവിടെ അതില്ല. ഇവിടെ സെക്സ് ചോദിക്കണമായിട്ട് ഫോൺ നമ്പർ ചോദിച്ചാൽ തന്നെ ആങ്ങളമാരൊക്കെ കൂട്ടി വന്ന് തല്ലി വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ആരുടെ ധൈര്യപ്പെട്ട ഒരു പെണ്ണിനോട് സെക്സ് ചോദിക്കണം പോയിട്ട് ഒന്നിനും ഇവിടെ ധൈര്യമില്ല. ഇപ്പം കണ്ടില്ലേ രാഹുലിനെ ഇട്ട് ശരിയാക്കണത്. ഇവിടെ ഈ രാഹുലിനെ പറഞ്ഞ ആൾക്കാരൊക്കെ മാന്യന്മാരാ, ശുദ്ധാത്മാക്കളാ? അല്ല. ഞാൻ പറഞ്ഞില്ലേ, അവിഹിതം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല മലയാളിക്ക്. അതിങ്ങനെ കേട്ട് ആസ്വദിച്ചിരിക്കും. ഇവിടെ വിലക്കപ്പെട്ട കനിയാണ് സെക്സ്. എനിക്ക് തോന്നണില്ല ഇനി കേരളത്തിൽ മര്യാദ നല്ല നിലക്കൊരു അവിഹിതമൊന്നും നടത്താൻ കേരളത്തിൽ ഇനി പറ്റുമെന്ന് തോന്നണില്ല. ഒരിക്കലും പറ്റില്ല. കാരണം കാസർഗോഡ് കള്ളവെടി നടന്ന തിരുവനന്തപുരത്തുള്ള നെഞ്ഞത്തിടിച്ച് വിളിക്കും, കേരളത്തിൻ്റെ സംസ്കാരം തകർന്നു പോയി. അതൊക്കെ പോട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഇതെൻ്റെ ചേച്ചിൻ്റെ കൂട്ടുകാരത്തിൻ്റെ അടുത്ത് ഞാൻ തയ്ക്കണ തുണി കൊണ്ടുപോയി കൊടുക്കാൻ പോയതാണ്. അതിൻ്റെ കണ്ണുകൾ കണ്ടാലറിയും വിധകാമുള്ള പെണ്ണാണ്. അതിസുന്ദരിയാണ്. പക്ഷെ അത്ര വെളുത്തതൊന്നുമല്ല, എന്നാൽ എല്ലാ അത്യാവശ്യത്തിനുണ്ട്.
അതൊക്കെ റോട്ടിൽ കൂടി പോകുമ്പോൾ പല ആൾക്കാരും നോക്കി വെള്ളം ഇറക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ ആരുമില്ല, ഈ പെണ്ണും മാത്രമേ ഉള്ളൂ. പെണ്ണൊരു 4-5 വയസ്സിന് മൂത്തതാണ്. പക്ഷേ ആ വ്യത്യാസമൊന്നും ഇതെന്നോട് കാണിക്കില്ല. അപ്പോൾ ഇവള് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പോട്ടെ നീ അവിടെ ഇരിക്കേ, നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാം, ഇവിടെ ആരുമില്ല, എന്നോട് വർത്താനം പറഞ്ഞിരിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനവിടെ ഇരുന്നു. പിന്നെ അപ്പോൾ ചെറിയൊരു ഇത് തയ്ച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പിന്നെ കസേരമ്മേൽ വന്നിരുന്ന വെച്ചും പറയും എൻ്റെ തൊടയമ്മേൽ ഒരു ചെറിയ കുരു ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പാവാട ഇങ്ങനെ പൊന്തിച്ചിട്ട് തൊടേൻ്റെ മുക്കാ ഭാഗം ചെറിയൊരു ഇത്, സത്യത്തിൽ തൊട കാണിക്കണം, അതാണ് ഉദ്ദേശം. എന്തു മനോഹരമായിട്ടുള്ള തൊടകൾ. അതിൽ ഞാൻ ഇങ്ങനെ നോക്കി, അപ്പം ചെറുതായിട്ട് അവിടെ ചുവന്ന പാടുണ്ട്. അത് നല്ല ലെൻസ് വെച്ച് നോക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയുണ്ട് അല്ല ലേസിലെ കാലൊക്കെ സൂപ്പറാണ്. എന്നാൽ വാക്കില്ല, ഉഗ്രനാന്ന് എന്തുവാണ് പറഞ്ഞത്. ഏതായാലും പുകഴ്ത്തി. പിന്നെ ഇവരെന്നോട് ചോദിക്കണേ, നീ സെക്സ് ബുക്ക് വായിക്കലുണ്ടോ? ഞാൻ പറയും ക്ലാസ്സിലെ മുതിർന്ന കുട്ടികളൊക്കെ കൊണ്ടുവരും, ഞങ്ങൾക്കൊന്നും കിട്ടൂല, വായിച്ചിട്ടൊക്കെ ഉണ്ട് പറഞ്ഞു. നിനക്ക് വേണോ ചേച്ചി, അങ്ങനത്തെ ഉണ്ടോ ചേച്ചി? ഉണ്ട് പറഞ്ഞു. എന്ന് ഞാൻ എടുത്തു തരാറ്, ഇവിടെ ഇരുന്ന് വായിച്ചു ആരും കാണണ്ടാറ്. ഞാനിങ്ങനെ വായിക്കണം. അതിൻ്റെ നല്ല സൂപ്പർ രംഗങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സ്റ്റണ്ട് എന്നാണ് അതിൻ്റെ പേര്, വീക്കിൽ. അതിങ്ങനെ വായിക്കുമ്പോൾ ലൈവ് കാണുന്ന ഫീലാണ്. ഇല്ലെങ്കിൽ ആ പ്രായത്തിൻ്റെ ആവും, അല്ലെങ്കിൽ എന്തോ ഇന്നൊന്നും ആ ത്രില്ല് കിട്ടല്ല അങ്ങനത്തെയൊക്കെ വായിച്ചിട്ട്. ഇപ്പം അങ്ങനത്തെ പുസ്തകം അവൈലബിൾ അല്ല. പിന്നെ അവർ എനിക്കൊരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു തന്നു, നല്ല കളറിലുള്ള ഫോട്ടോ. അന്നൊക്കെ ഡെൻമാർക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ ഫോട്ടോസ് ഇറങ്ങുക, ആണും പെണ്ണും കളർ സെക്സ് ഫോട്ടോ. അത് കാണിച്ചു തന്നു. ഇത് നോക്കിക്കോ, ഞാൻ ഇപ്പം വരാറ്. എന്നിട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് ചോദിക്കണേ എങ്ങനെയുണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ആയെന്നാണ്. ഞാനപ്പോൾ ഒന്നും മുണ്ടില്ല, ഞാനാകെ വികാരം വന്നിരിക്കുകയല്ല. അതിൽ നോക്കട്ടെ എന്ന് പറയും. ഇവരെൻ്റെ മുണ്ടിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ടാണ് പിടിച്ച്. കാരണം അന്ന് സ്ത്രീകൾ ധൈര്യം കാണിച്ചിരുന്നു, ഇന്ന് ആ ധൈര്യമൊക്കെ പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പിടിച്ചപ്പോൾ തടിയുടെ പുറത്തു കൂടിയാണ്. പിന്നെ എങ്ങനെയൊക്കെ സൈഡിൽ കൂടി ഒരു പുറത്തേക്ക് എടുത്ത് പിടിച്ച് നോക്കും. ആടാ ഈ ആൾ കൊള്ളാല്ലാതെ പറയും. കാരണം എൻ്റെ ഇത് നല്ല വലിപ്പമുള്ളതാ അന്നൊന്നും. പിന്നെ ഇവരെന്നോട് പറയാൻ എനിക്ക് മുറിയിൽ പോകാറ്. ഈ മുറിയിൽ ചെന്നപ്പോൾ ഉണ്ട് ഫ്രണ്ട് ഡോർ അടച്ച് ഇവർ വന്നു. ഇവർ തന്നെ ഇവരുടെ പാവാടയും മുണ്ടും, അടിയിൽ പാവാടയും ഇട്ടേക്കണം, മുണ്ടും പാവാട അയച്ചു കളഞ്ഞ്, ഷഡ്ഡി മാത്രം. ഒട്ടുക്കത്ത ഷേപ്പാണ് അതിന്. ബ്ലൗസിൻ്റെ ഹുക്കൂരി, ബ്രേസർ പിന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അതായത് അവർ മുൻകൈ എടുക്കുകയാണ്. കാരണം അവർക്കറിയാം ഞാൻ ചെക്കനാണ്, എനിക്ക് ഇതിനുള്ള ധൈര്യമൊന്നും മുളച്ച് വന്നിട്ടില്ല എന്ന്. പക്ഷെ ഞാനതിനു മുമ്പ് കളി തുടങ്ങിയിട്ടുണ്ട്, അത് ഇവൾക്കറിയില്ലല്ലോ. എന്നിട്ട് എന്നോട് ഒപ്പം കിടക്കാൻ പറയും. എൻ്റെ ഡ്രസ്സ് അവൾ റിമൂവ് ചെയ്ത് എനിക്ക് വായ കൊണ്ട് ചെയ്ത് തന്നു. പിന്നെ അവൾ എൻ്റെ തല പിടിച്ച് കുറച്ച് നേരം ബ്രസ്റ്റൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടിയിൽ കൊണ്ടുവന്നിട്ട് എന്നോട് ഈ സാധനം തൊട്ട് കാണിച്ചു തന്നു, ഇതിൻ്റെ നാവും കൊണ്ടൊക്കെ ആക്കി തരണം. പിന്നെ ഞാനാണ്, എനിക്ക് പരിചയമുണ്ടല്ലോ, നല്ലൊരു പട്ടനെ പോലെ പിന്നെ കറക്റ്റ് പൊസിഷനൊക്കെ ഞാൻ ചെയ്ത് കൊടുത്ത്. ഇത് കിടന്ന് പൊളയണം, കുത്തി മറിയണം, വരയൊക്കെ ഇങ്ങനെ വില്ല് പോലെ വളയാം. ലാസ്റ്റ് ഞാൻ കയറി കളിക്കുമ്പോൾ എങ്ങനെ ഇവർ ആ പൊസിഷനൊക്കെ കറക്റ്റാക്കി പിടിച്ചു തന്ന്. അപ്പോഴാണ് ഞാനങ്ങോട്ട് പ്രസ് ചെയ്ത്. അവരാ വേറെ ആരോ കളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ സംഭവം വലിയൊരു പ്രയാസം കൂടാതെ കയറിപ്പോയി. നല്ലോണം വഴുവഴുപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാവാം. അന്ന് ഉച്ച വരെ ഞാനവിടെ ഉണ്ട്. 2 പാസ്സാക്കി. ഒരെണ്ണം കഴിഞ്ഞ് ക്ഷീണത്തിൽ അവിടെ കിടന്ന് അവിടെ തന്നെ സെറ്റാക്കിയാണ്. 2ാമത്തെ കൂടി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് എണീറ്റ്. അതൊരു തുടക്കം മാത്രമായിരുന്നു. അനവധി കാലം. ഇന്നൊന്നും അത് സ്വപ്നങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. ആ കാലമൊക്കെ മാഞ്ഞു പോയി.
ഇന്നിപ്പോൾ കേരളത്തിൽ മര്യാദക്കൊരു പണി ഭാര്യയും ഭർത്താവും കൂടി എടുത്താൽ തന്നെ ഒളിഞ്ഞു നോക്കണ കാലം.